സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യം 80ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. ഈ വേളയിൽ ചുങ്കം റിയൽ റണ്ണേഴ്സിൻ്റെ 4ാമത് സ്വാതന്ത്ര്യദിന പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ പരിപാടിയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. വ്യായാമത്തിലൂടെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായി വർഷങ്ങൾക്ക് മുമ്പ് ചുങ്കം ബാപ്പുവിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ഈ റിയൽ റണ്ണേഴ്സ് NH-66 വികസനത്തോടു കൂടിയാണ് ജനശ്രദ്ധ പിടിച്ചുപറ്റി തുടങ്ങിയത്. ഞാനടക്കം ഒത്തിരി പേർ ആദ്യം കാഴ്ചക്കാരായിരുന്നു. പിന്നീട് ഇതിൽ അംഗങ്ങളാകുകയും അതിൻ്റെ ഗുണങ്ങളും ആസ്വദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. ഈ കാലയളവിൽ 24ഓളം മാരത്തോണുകളിൽ പങ്കെടുക്കുകയും 20ഓളം മാരത്തോണുകളിൽ മികവ് തെളിയിക്കുകയും ചെയ്യുകയുണ്ടായി. കാശ്മീർ ഇന്റർനാഷണൽ മാരത്തോൺ എടുത്തു പറയേണ്ട ഒന്നാണ്. What motivated you to take part in Kashmir Marathon? Yeah, we have seen last edition. It was really amazing. So this edition we thought we will take part. Kashmir, you are great people. Thank you. Definitely, thank you. Thank you very much. റിയൽ റണ്ണേഴ്സിന്റെ 4ാമത് സ്വാതന്ത്ര്യദിന പരിപാടിയിൽ ദേശീയ പതാക ഉയർത്തുന്നത് 22ാം വാർഡ് മെമ്പർ ഗഫൂറും 1ാം വാർഡ് മെമ്പർ സുധീഷും ചേർന്നാണ്. ഈ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി 3ാം വാർഡ് ഗ്രാമപഞ്ചായത്ത് മെമ്പറായിട്ടുള്ള പ്രിയപ്പെട്ട അൻവർ എന്ന കുഞ്ഞാപ്പുവിനെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ബാപ്പു സാഹിബ്, മറ്റ് റിയൽ റണ്ണേഴ്സിന്റെ അംഗങ്ങളെ, നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ ദിനമായ ഇന്ന് നമ്മളും എല്ലാവരും അതിൽ പങ്കുചേരുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില് പുതിയ കാൽവെപ്പുമായി കടന്നു വന്നിട്ടുള്ള റിയൽ റണ്ണേഴ്സ് അതിന്റെ എല്ലാ ഊർജ്ജസ്വലതയോടും കൂടി ഈ പരിപാടി ആഘോഷിക്കുന്നത് കാണുമ്പോൾ ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ സാമൂഹിക, സാംസ്കാരിക, കായിക മേഖലയില് ചുങ്കം റിയൽ റണ്ണേഴ്സ് നടത്തുന്ന പ്രവർത്തനങ്ങൾ വളരെ അഭിനന്ദനാർഹമാണ്. ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഇനിയും റിയൽ റണ്ണേഴ്സിന്റെ സംഘാടക സമിതിക്കും അതിലെ അംഗങ്ങൾക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും. മതേതരത്വവും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ഈ അശോക ചക്രം മുദ്രണം ചെയ്ത മൂവർണ്ണ പതാക നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ വീണ്ടും വാനിൽ ഉയർത്തുകയാണ്. ഒരു സുപ്രഭാതത്തിൽ നേടിയെടുത്തതല്ല ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം. രക്തപങ്കിലമായ ഒരുപാട് പോരാട്ടങ്ങൾക്കൊടുവിലാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ധീരദേശാഭിമാനികൾ നമുക്കായി നേടിത്തന്നത്. അത് കാത്തു സൂക്ഷിക്കാനുള്ള ബാധ്യതയുള്ളവരാണ് നാം ഓരോരുത്തരും എന്ന തിരിച്ചറിവാണ് നമുക്ക് ആദ്യമായി വേണ്ടത്.
എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ചുങ്കം റീജിയണൽസ് സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് 1000 ആശംസകൾ നേരുകയാണ്. ഇതുപോലത്തെ കൂട്ടായ്മ നാടിന് വളർന്നു വരേണ്ടതുണ്ട്. എല്ലാ പ്രദേശത്തും ഇതേപോലത്തെ കൂട്ടായ്മകൾ ചുങ്കം ബാപ്പുവിനെ പോലത്തെ ആളുകൾ നേതൃത്വം നൽകി വരേണ്ടതുണ്ട്. അത് വരും തലമുറക്ക് അതൊരു പ്രചോദനമാണ്. ഇതുപോലത്തെ പരിപാടികൾ ഇത് എത്രയോ വർഷങ്ങളായി ബാപ്പും ടീമും ഒറ്റക്കെട്ടായിട്ട് ഇത് മുൻകൈയെടുത്ത് നടത്തിക്കൊണ്ട് പോകുന്നത്. ഇതിൽ സാമ്പത്തിക പ്രതീക്ഷ അല്ലെങ്കിൽ സാമ്പത്തിക ലാഭമോ ഒന്നുമില്ല, ആരോഗ്യത്തിലുള്ള ലാഭം മാത്രമാണ് ഇതില് മുതൽക്കൂട്ടായിട്ടുള്ളത്. എന്തായാലും കൂടുതൽ ആളുകൾ സംസാരിക്കാനുള്ളതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുത്തനത്താണി യൂണിറ്റിന്റെ തിരൂർ നിയോജകമണ്ഡലത്തിന്റെയും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒപ്പം റിയൽ റണ്ണേഴ്സ് എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ കൂട്ടായ്മ നമുക്കറിയാം. ബാബു സാഹിബിന്റെ, ഞാനൊക്കെ 6ാം ക്ലാസ് മുതൽ അദ്ദേഹത്തിന്റെ ഈ ശിക്ഷണത്തിന്റെ കീഴിൽ വന്ന ആളാണ്. ഇപ്പൊ കുറെ വയറ് ചാടിയിട്ടുണ്ട്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ചെറിയൊരു ആശ്വാസം. എല്ലാവരും നല്ല ഫിറ്റ് ആണെന്നാണ് ബാബു പറയുന്നത്. പക്ഷെ കുട്ടിയെ വല്ലാണ്ട് ശ്രദ്ധിച്ചു. ആരും നന്നായിട്ട് ഉഷാറായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്. അഭിനന്ദനങ്ങൾ. ഈ കൂട്ടായ്മക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരുപക്ഷെ എന്നെ പോലെയുള്ള അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസ്, വിദ്യാർത്ഥികൾ, ഞങ്ങളൊക്കെ ഒരുപക്ഷെ സ്കൂൾ കായികമേളയില് വളർന്നു വരാൻ സാധിച്ചത് ഇദ്ദേഹത്തിന്റെ മുൻകൈയെടുപ്പ് കൊണ്ട് മാത്രമാണ്. എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ വളാഞ്ചേരി ഹയർ സെക്കൻഡറിയിൽ വെച്ചിട്ട് നടക്കുന്ന ഒരു മത്സരത്തില് ഞാൻ ഓടാൻ വയ്യാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ ഓടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മാനസികമായ ഒരു പ്രചോദനം തന്ന ഒരു 2-3 വാക്കുകളുണ്ട്. ഇന്നും ഞാൻ എൻ്റെ മനസ്സിൽ അത് കാത്തു സൂക്ഷിക്കുകയാണ്. എന്നിട്ട് ഓടിയത് മാത്രമല്ല, അന്ന് ബ്ലോക്ക് തലത്തിൽ എനിക്ക് ഫസ്റ്റ് എടുക്കാൻ വരെ സാധിച്ചു. തീർച്ചയായിട്ടും ഇത്തരം പ്രചോദനങ്ങളാണ് ബാപ്പു എല്ലാവർക്കും നൽകുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ എന്നോട് ഈ കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു, പേരെടുത്ത് പറയുന്നില്ല, ഒരാഴ്ച ആയിട്ടുള്ള ഇവിടെ വന്നിട്ടുള്ളത്, എന്നോട് പറയാണ് കുറച്ചും കൂടി നേരത്തെ ഞാൻ ഇവിടെ വരികയായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോഴാണ് ഇതിന്റെ ഒരു സുഖം മനസ്സിലായത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എന്റെ മനസ്സുക്കും ഒപ്പം കടന്നു വന്നത്, കുറച്ചു കാലമായി ഞാൻ ഇങ്ങനത്തെ ഇത്തരം പരിപാടിയിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരാള് എന്നുള്ള നിലക്ക് തീർച്ചയായിട്ടും തുടർന്നുള്ള ദിവസങ്ങളിൽ വരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ, പരശുതമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്തരം കൂട്ടായ്മ ഇനിയും എല്ലാ നാട്ടുകളിലും വേണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനത്തിലെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, ജയ് ഹിന്ദ്. 80ാം സ്വാതന്ത്ര്യ ദിനമാണ്. എനിക്ക് എന്റെ കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും പറയാനുള്ളത്, എല്ലാ ഇന്ത്യക്കാരനും ഭരണഘടന മുഴുവൻ വായിച്ചില്ലെങ്കിലും അതിന്റെ പ്രിയാമ്പിൾ, അതിന്റെ ആമുഖം ഒന്ന് നിർബന്ധമായിട്ട് വായിക്കണം. എന്തെങ്കിലും വായിക്കാത്തവരുണ്ടെങ്കിൽ മൊബൈലില് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്നുള്ളതൊന്ന് അടിച്ചാൽ അത് കാണാം. അത് ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കൽ അത്യാവശ്യമാണ്. ജാതിയുടെയും മതത്തിന്റെയും ലിംഗത്തിന്റെയും ഒക്കെ പേരിൽ നമ്മെ വേർതിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ ഭരണഘടന എന്താണ് പറയുന്നത് എന്നുള്ളതിന്റെ അതിന്റെ ജിസ്റ്റ്, അതിന്റെ രത്ന ചുരുക്കം ആ ആമുഖത്തിലുണ്ട്.